ഈ കഞ്ചാവ് വലിക്കലുണ്ടാ? ഇല്ലപ്പാ, ഞാൻ വലിക്കാറില്ലപ്പാ. കളവ് പറയണ്ട ഹീമാറെ. അന്നേ ഞാൻ എന്നോട് പറഞ്ഞതാ അവന്റെ ഒലക്കമ്പല പാട്ടും കൂത്തും ഒഴിവാക്കി ഉരുവിന്റെ അടുത്തേക്ക് വരാ. ഇപ്പൊ എന്തായി? ആരെ അനുസരിക്കാത്ത ഇബിലീസാണ് വേ. കുടുംബത്തിലും നാട്ടിലും അന്നെ കൊണ്ട് തലപൊക്കി നടക്കാൻ പറ്റണ്ടായി. എന്താ പത്തും എന്നെ പറ്റി പറയണത്? അല്ലെങ്കിൽ ആന്റി പുരുവിന്റെ കാര്യത്തിൽ വേചാറിൽ നടക്കുമ്പോ എന്റെ ഓരോ മുടി നീട്ടി പ്രാന്തനെ പോലെ നടക്കുക. തട്ടി മാറ്റുന്ന ഹംക്കെ. അല്ലാന്ന് നിങ്ങക്ക് ഇവിടെ മോൻ അറിയൂലേ? ഓൻ തെറ്റെയ്യുന്നു തോന്നുന്നുണ്ടോ നിങ്ങക്ക്? എന്തൊക്കെ ഇങ്ങനെ ഇന്നേ വരെ എന്റെ മേത്ത് നിങ്ങൾ കൈവച്ചിട്ടുണ്ടാ? ഊരൊലോക്കലൂരു. സമയം 5:45. ഇന്നും ലേറ്റായി. എന്തൊരു കഷ്ടമാണ്. അഡ്വാൻസ് എന്തെങ്കിലും കിട്ടിയാൽ മതി. ഇവിടെ അച്ഛനോട്ട് ഈ റസീദ് ഫോൺ എടുക്കുന്നില്ലല്ലോ. മൂപ്പർ എന്തോ ബേജാറിലാണെന്ന് തോന്നുന്നുണ്ട്. അതെ, ഇനി നിങ്ങൾ പോയിക്കോളി. അഡ്വാൻസ് ഒന്നും ഇപ്പോൾ കിട്ടിയില്ലോ. അതല്ലേ അജയ പറയണത്. മൂപ്പര് വരാത്തോണ്ടാണ് തരാൻ പറ്റാത്തത്. അതിൽ വെച്ചേക്ക്. ഇതിവിടെ അച്യുതാ, ഇന്റെ അടുത്ത് ആകതേ ഉള്ളൂ. ഇത് എങ്ങനെങ്കിലും ഇവർക്കൊക്കെ കൊടുത്തു വരെ സമാധാനിപ്പിക്കുക. ഇതുകൊണ്ട് ഞാൻ എന്താക്കാനാ? അല്ല മേശ്രി, നമ്മളെ ഋഷിദ് കപ്പ എവിടെയാ? അതെ, പോലീസ് സ്റ്റേഷനിൽ പോകാൻ പറഞ്ഞ ശേഷം മൂപ്പരെ വായിക്ക് കണ്ടില്ല. അജയ, ഇതുകൊണ്ട് ഈ എന്തെങ്കിലും ചെയ്യേ. ഇതേ ഉള്ളൂ. എനിക്കില്ലേ? നോക്ക്, 1 2 ഇതിപ്പോൾ എന്ത് ചെയ്യണ്ട്? വാ പോവാ. വേഗം വാ ഇങ്ങോട്ട്. ഇക്ക, ഓനിക്കാനോടെന്തോ പറയാനുണ്ടെന്ന്. 2 ദിവസമായില്ലൊക്കെ നിങ്ങൾ ഈ വാശിയും കൊണ്ട് നടക്കുന്നു. ഓനുമ്പളല്ലത് ആരാ ഉള്ളത്? ഇക്ക, ഓൻ കഞ്ഞിൻ്റെ വെള്ളം കുടിച്ചിട്ട് 2 ദിവസമായിക്ക. ഒക്കെയാണെങ്കിൽ ഓനോട് മിണ്ടണില്ല, ഓൻ വീട്ടിലേക്ക് വരണില്ല. ഓൻ അതൊന്നും വലിക്കൂല്ലക്ക. ഓൻ്റെ ചങ്ങായിമാരെന്തോ കാട്ടിക്കൂട്ടിയ. നിങ്ങൾ എന്തിനാണ് ഓനോട് ഇങ്ങനെയെല്ലാം കാണിക്കണത്? ഇപ്പോഴും മോനല്ലേ ഇപ്പ ഞാൻ അങ്ങനെ ഒന്നും ചെയ്യില്ലപ്പാ. ഇപ്പൊ നല്ല മുടുക്കി പിടിച്ചപ്പോ അറിയാതെ ചെയ്തു പോയതാണ്. ഇപ്പ
ഗുളിക കുടിച്ചില്ല അച്ഛാ, ഗുളിക കുടിച്ചാ? ആ വെള്ളം കുടിക്ക. മേസരി എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാൻ അതുവരെ പണിയെടുത്ത് എൻ്റെ പൈസ മുഴുവൻ എനിക്ക് കിട്ടണം. ഞാൻ എൻ്റെ അച്ഛൻ ഇവിടെ ഉള്ളവരെ കൂടെ അത്രയും കാലം ഇവിടെ പണിയെടുത്ത് നിന്ന്. ഇവിടെ ആശാരിമാർക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, ഇഷ്ടം പോലെ പണി പുറത്തുണ്ട്. നിങ്ങൾ എന്താ വിചാരിച്ച്? നിങ്ങൾ എന്നും പറ്റിക്കളെ ഞങ്ങളിത്. നിങ്ങൾ പൈസ ഇല്ലെങ്കിൽ പൈസ ഇല്ലെന്ന് പറയും, ഞാൻ പോയിക്കോളാം. എനിക്ക് എല്ലാവരും മ്യൂസിക് ബാൻഡ് ഉണ്ട്, ഞാൻ അതിൻ്റെ പണിക്ക് പോയിക്കോളാം. ചിലക്കാണ്ടിക്കടാ, എനക്കറിയോ അന്റെ ശരീരം ഈ ഉരുക, അത് മറക്കണ്ട. ഈ ഉരു അല്ല, കുരുവാ, കുരു. മേസരി, അടുത്ത മാസം അഞ്ചത്തിൻ്റെ കല്യാണമാണ്. കയ്യിലാണ് 10 പൈസയും ഇല്ല. മേസരി എന്തെങ്കിലും തന്നു കഴിഞ്ഞാലേ കാര്യങ്ങൾ നടക്കുള്ളൂ, ഇല്ലേ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. മേസ്തിരി ഒന്നും വിചാരിക്കരുത്. എനിക്ക് ഗൾഫിലേക്ക് ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. അതൊരു മേസ്തിരി തരാനുള്ള പൈസ എനിക്ക് ഫുള്ളായിട്ട് കിട്ടണം. ഇവിടെ നിന്ന് എൻ്റെ കുടുംബം പട്ടിണിയായി പോകും. ദയവേത് എനിക്ക് തരണേ. ഇയാള് പേച്ചിയും തല്ലടാ, ഇയാൾക്കൊക്കെ വാങ്ങി വെച്ച് ശീലല്ലടോ ഉള്ളൂ. ഇയാൾക്ക് കൊടുത്തിട്ട് ശീലമുണ്ടോ? നിങ്ങൾ ഉരും കെട്ടി പിടിച്ച് കിടന്നോളി, പണ്ടാറടക്കി പോട്ടെ ഞങ്ങളെ പൈസ. നിങ്ങളെ വാടാ. എടാ അജിയ, അതിന് ഉത്തരവാദി ഇയാളല്ല. അച്യുതാ, വേണ്ട. അവര് പറയുന്നതിലും കാര്യമുണ്ട്. എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. മേസ്ത്രിയാണല്ലോ ഈ കിടക്കുന്നത്. സേര മേസ്ത്രി, മേസ്ത്രി. അല്ല, നിങ്ങൾ ഇന്നലെ പൊരക്കി പോയില്ലേ? എങ്ങനെ പോവും? ഞാനാണെങ്കിൽ ഒരു പോളെ കണ്ണടിച്ചിട്ടുമില്ല. എന്റെ മോനെ കുറിച്ച് നിങ്ങൾക്ക് അറിഞ്ഞൂടെ? നാക്കിന് എല്ലില്ലാത്തവരാണോ? ഞാൻ ആരും കുറ്റപ്പെടുത്തുന്നില്ല. ഓരോരുത്തർക്ക് ഓരോരുത്തരുടെ കാര്യമല്ലേ വലുത്. അച്യുത, എന്താ മേസരി ഇത്? ഇത്രയും പ്രായമായിട്ടും ഇന്ന് വരെ എൻ്റെ പണിക്കാരും എൻ്റെ നേരെ തിരിഞ്ഞിട്ടില്ല. ആശാരിമാർ ഉരുണ്ടാക്കുന്നത് അവരുടെ മനക്കണക്കിലാ. എൻ്റെ എല്ലാ കണക്കും പോയ അച്യുത.